ഹലോ ഗൈസ്, അപ്പോൾ കുറേ ലീവെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് കോഴിക്കോട് പോകാമെന്ന് വിളിച്ച്. അപ്പോൾ കുറേ ക്ലിപ്സ് ഉണ്ടായി ഗൈസ് വീഡിയോയിൽ. എങ്ങനെ എഡിറ്റ് ആക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ എഡിറ്റ് ആക്കുന്ന ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് നമുക്ക് ഏഷ്യർക്കാണ് ഗൈസ് ട്രെയിൻ ഉണ്ടായത്. അപ്പോൾ 6 മണിക്ക് എണിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ റെഡിയല്ലായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് എത്തിയിട്ടാകുമ്പോൾ ഷോറൂക്ക് എന്തെല്ലാം വേണം പറഞ്ഞൊരു വടയും ഒരു ലേസും വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ കുറച്ച് സമയം കാത്തിരായിട്ട് നമ്മൾ ട്രെയിനിലേക്ക് എത്തി. പിന്നെ നമ്മളെ സീറ്റിനെ കുറച്ച് തപ്പി. പിന്നെ ഷെറു മനസ്സിലെൻ്റെ വീഡിയോ നിൽക്കുന്നത് എപ്പോൾ നോക്കിയെങ്കിൽ വീഡിയോ പറഞ്ഞിട്ട് ക്രാമ്പ് എടുത്തൊരു വീഡിയോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനം തോന്നിയിട്ടുണ്ടായി, ചാർജ് തീറും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടൊന്നുണ്ടായിട്ടാ. പിന്നെ എത്താനായൊരു ടൈം എടുത്തൊരു ക്ലിപ്പാണിത്. പിന്നെ നമ്മൾ എത്തിയിട്ടായിട്ട് കുറേ നടന്നു കഴിച്ച്. നമ്മൾ കുറേ നടന്നു. അപ്പോൾ ഇപ്പം അടുത്തന്നെ ഒരു ഹോട്ടലുണ്ട് പറഞ്ഞിട്ട് നമ്മൾ നടത്തിച്ചത്. അങ്ങനെ നടന്നിട്ടായിട്ട് ഒരു ഹോട്ടൽ കിട്ടിയ കേസ് പാടുന്ന ഒരു എന്തോ സ്മെല്ലുണ്ടായിരുന്നു. മാറി നിൽക്കി എന്നിട്ട് റഹ്മത്ത് ഹോട്ടലിലേക്ക് കയറി. അവിടെ നമ്മൾ പൊറോട്ടയും പിന്നെ എന്തോ കറിയാണ് നമ്മൾ ഗൈസ് ഓർഡർ ആക്കിയത്. വലിയ പൊറോട്ട ഉണ്ട് ഗൈസ്. ഒന്ന് തിന്നിട്ടാകുമ്പോൾ തന്നെ 2 ഫില്ലാന്ന പോലെ ഫില്ലതിന്. പിന്നെ എന്തോ ഒരു വെജും പിന്നെ ഒരു ബീഫ് കറിയുമാണ് ഓർഡർ ആക്കിയത്. നിങ്ങൾ കാണുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പൊളിക്കാൻ വരുമ്പോൾ തന്നെ 2 കണ്ടായിട്ട് വന്നു. പിന്നെ മമ്മവും പപ്പ ഒരു ചായയും ഷെറു ഒരു കോഫി ഓർഡർ ആക്കിയിട്ടുണ്ടായി. ഞാൻ അത് കുടിച്ചിട്ടാണ്. പിന്നെ അവിടെ നമുക്ക് ഇനി പിന്നെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ ഹൈലൈറ്റ് മോളിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ആക്കിയിട്ടുണ്ടായത്. റിക്ഷയ്ക്ക് കാർക്ക് എവിടേക്കെത്തുമ്പോൾ ഫസ്റ്റ് ഉറങ്ങുന്നത് ഷെറു ആയിരിക്കും. അങ്ങനെ ഉറങ്ങി അറിയാത്തെടുത്ത വീഡിയോ. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മോളിലേക്ക് എത്തിയിട്ടായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് ഫസ്റ്റാണ് നമ്മൾ കോഴിക്കോട് പോകുന്നത്. അതിൻ്റെ ഒരു നമ്മൾ കുറച്ച് നടന്നിട്ടായിട്ടാണ് നമ്മൾ വാഷ്റൂമിലേക്ക് പോയിട്ട് വാഷ്റൂമിൽ മിറർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത്. പിന്നെ അമ്മാവും പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ നമുക്ക് ലിപ്സ്റ്റിക് ഇടാനും മേക്കപ്പ് ഇടാനും മാത്രം വാഷ്റൂമിലേക്ക് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടായി എന്നെ പോലെ. പിന്നെ പപ്പ കുറച്ച് ഫോണിനെല്ലാം നോക്കി 17 പ്രോൻ്റെ ക്ലാരിറ്റി നോക്കിയിട്ടുണ്ടായി. പിന്നെ ഞാനും അതിൽ 2-3 ഫോട്ടോസെല്ലാം എടുത്തിട്ട് വെച്ച് എല്ലാം ഗാലറി ഫുള്ളുണ്ടായി എല്ലാവരും ഫോട്ടോ അതിൽ. പിന്നെ മാളിൽ കുറച്ച് ചുറ്റിയിട്ടാകുമ്പോൾ ഷെറു അത് വേണോ ഇത് വേണോ മറ്റത് വേണോ പറഞ്ഞിട്ട് കരനോണ്ട് ചടിച്ചോണ്ടെല്ലാം ഉണ്ടായി. പിന്നെ നമ്മൾ സ്റ്റുഡിയോക്ക് കയറി. നമ്മളെ മെയിൻ ഷോപ്പ് സ്റ്റുഡിയോ. അവിടുന്ന് കണ്ണാടി കാണുമ്പോൾ ഒന്നും ഞാൻ വിടലൈസ് അങ്ങനെ കണ്ണാടീൻ്റെ അടുത്തെടുത്ത്. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ കുറേ ട്രെയിൻ പോലെ ഉണ്ടായി. ലിപ്സ്റ്റിക്ക് മാത്രമല്ല എല്ലാ മേക്കപ്പ്. പിന്നെ ഞാൻ ടച്ചപ്പ് ആക്കാൻ നിൽക്കും. ഞാനല്ല ആരെയൊക്കെ ഒന്ന് ഇട്ട് നോക്കും. ഞാനങ്ങനെ ഇട്ടിച്ചെല്ലാം നോക്കി ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായി റൈസ്. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് ബ്രൗണി അതൊന്നും വാങ്ങി ഷെറു വേണമെന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഗൈസ്. പിന്നെ അത് നമ്മൾ തിന്ന് ഞാനും അമ്മ എല്ലാം ടേസ്റ്റ് ആക്കുമ്പോൾ ഷെറു ഒരിടത്ത് നിന്ന് കരയുന്നുണ്ട്. അനക്കും വേണോ നിങ്ങൾ തീർക്കും ചെലിച്ച്. ഞാൻ അങ്ങനെ നമ്മളത്തെ 2 വീഡിയോ എടുത്തോണ്ട് കൊടുക്കും പറഞ്ഞിട്ട് ഓനെടുത്ത് പിന്നെ കാര്യമായ എക്സ്പ്രഷനെല്ലാം ഇട്ട്. പിന്നെ നമ്മൾ പോയൊരു ഇത് പൊരയിലത്തെ ഹോം ആക്സസറീൻ്റെ സാധനം ഷോപ്പിലേക്കാണ്. ആടെ പിന്നെ എന്ത് ഭാവം മേങ്ങാനൊന്നും ഉണ്ടായിട്ടാൽ. പിന്നെ നമ്മൾ കുറച്ച് ഫിച്ചക്കും അതും മറ്റതെല്ലാം എടുത്ത് ഗൈസ്. മമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പും പപ്പാക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഷോപ്പാണിത് ഹോം ആക്സസറി വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി വെറുതെ എന്തെല്ലാം നോക്കിയിട്ടല്ല വന്നത്. നമ്മൾ എല്ലായിടത്തേക്ക് പോയിച്ചപ്പോൾ ഒരു ഷോപ്പ് ഈ ഹോം ആക്സസറി ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. വെറുതെ നോക്കിയിട്ട് കുറച്ച് പിക്ചൊക്കെ എല്ലാം എടുത്തിട്ട് ഫോട്ടോസെല്ലാം എടുത്തിട്ട് മിറർ കണ്ടെങ്കിൽ വീഡിയോ എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഗൈസ്. മൗസി ബനാന മിൽക്ക് കുടിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായി. പക്ഷെ അവിടെ നമ്മൾ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിട്ട. പിന്നെ അവിടുന്നല്ലാത്ത നമ്മൾ വേറെ മൊജിത്തോ എന്തോ ബേക്കും പറഞ്ഞിട്ട് അവിടെ നിന്നൊരു മൊയ്ത്തോ വാങ്ങി. പാഷൻ ഫ്രൂട്ടിന് മൊയ്ത്തോണ്. നമ്മൾ 3 ഷെയർ ആക്കാൻ പറഞ്ഞിട്ട് ഞാനും മമ്മവും ഷെറും കൂടിയിട്ട് ഒന്നേ വാങ്ങിച്ചുള്ളൂ. പപ്പ ഷുഗർ കട്ടാണ്. അപ്പോൾ പപ്പ ഇങ്ങനത്തെ ഒന്നും തിന്നല. പിന്നെ ഷെറു എന്തോ ഒരു കരച്ചില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോകണം പറഞ്ഞിട്ട് 1 hour വെയിറ്റ് ആക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ആരും സമ്മതിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ ആ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് തച്ചിട്ട് പാചകം വന്ന കേസ് ചൊടിച്ചിട്ട് നമ്മൾ അതിൽ കയറിയിട്ടുണ്ടായിട്ട്. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റെല്ലാം അടുത്തേക്ക് പോയി. പിന്നെ ആടുന്ന് എൻ്റെ കുറച്ച് കലാപരിപാടികൾ ആരംഭിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് കണ്ണാടിയില്ല ഫോണിൻ്റെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് മമ്മയിൽ പോകുമ്പോൾ മമ്മേൻ്റെ അടുത്ത് കൊത്തി പിടിച്ചിട്ടെല്ലാം നിന്ന്. പിന്നെ നമ്മൾ ആടുന്ന് അതും കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായി. ഷെറു ആണെങ്കിൽ വയലിൽ ബൗൺസിലിരുത്തിക്കാത്ത ഒരു ചൊടിയിൽ വീട് ഫുള്ള് അയച്ച് വെറുക്കുന്നുണ്ട് കേസ്. നമുക്ക് അത് വേണം ഇത് വേണം. ഫൈനലി ഷെറു മേങ്ങിയ സാധനമാണ് കാണിച്ചിരുന്നു. ഷെറു എടുത്ത് മേങ്ങിയതല്ല, ഷെറു സെലക്റ്റാക്കിയ സാധനം. പിന്നെ ഞാനും അതിൻ്റെ എനിക്ക് ബാർബി കുറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനും ബാർബി എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ
എക്സ്പ്രഷനാണ് ഇത്രയ്ക്ക് സാധനം ചെറു ആ ബാണും പറഞ്ഞിട്ട് കയറിയുന്നുണ്ടായി. പിന്നെ എൻ്റെ ടെഡ്ഡി ബിയർ കാണുമ്പോൾ എൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോയെല്ലാം എടുത്ത് ഗൈസ്. പിന്നെ എനിക്ക് ടെഡ്ഡി ബിയറെല്ലാം കാണുമ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്ന ബിഗ് ബോസിലത്തെ അനുമോളെ പ്ലാച്ചിയാണ് ഗൈസ്. പിന്നെ പിന്നെ അടുത്ത് നമ്മൾ കുറച്ച് സാധനമെല്ലാം നോക്കി ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്ന ഗൈസ്. ഫുഡിൻ്റെ സെക്ഷൻ നമ്മൾ വെറൈറ്റി ഫുഡ്സ് ഉണ്ടായി. പക്ഷെ നമ്മൾ കുറച്ച് സാധനം മേങ്ങിയിട്ടുണ്ടായി. കാരണം നമ്മൾ സൈൻല മാങ്കാമ അങ്ങനത്തെ ഒരു സാധനം മീത്തും തിന്നാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇതെല്ലാം കുറേ സാധനം ഉണ്ടെന്ന് മേങ്ങി നമുക്ക് അത് തിന്നാൻ കഴിയില്ലെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായി. പക്ഷെ ആസയിൽ വന്നിട്ട് നമ്മൾ കുറേ സാധനം വാങ്ങി. പിന്നെ കുറേ ടൈപ്സ് ഓഫ് സാലഡ്, 2 റഷ്യൻ സാലഡും പിന്നെ എന്തോ ഒരു സാലഡും അമ്മ വാങ്ങിയിട്ടുണ്ടായി. ഇതിൻ്റെ പേര് ഹവായൻ ചിക്കൻ സാലഡ് എന്നാണ് കേട്ടോ. പിന്നെ അത് ടേസ്റ്റ് വെക്കുന്ന എക്സ്പ്രഷൻ കാണിച്ചു തരാൻ നോക്കുക ഗൈസ്. നല്ല ക്രീമായിട്ടുണ്ടായി. കാണുമ്പോൾ തന്നെ ഒരു സാലഡ് പോലെ ഉണ്ടായി. എനിക്ക് വലിയ സാലഡിനോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ തോന്നിയിട്ടൊന്നും നോക്കിയിട്ടാണ്. പിന്നെ എനിക്കത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ മലായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ മലായി മറ്റേ വെള്ളത്തിൽ മിൽക്കിൻ്റെ ഇലയെല്ലാം ഇട്ട് തോന്നുന്നത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. വേറെ ആരും അങ്ങനെ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിട്ടാ. എനിക്ക് സാധാരണ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ ഞാൻ മാർന്ന് വാങ്ങിയിട്ടുണ്ടായി ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പൈനാപ്പിൾ, പിന്നെ മറ്റേ മലായിൻ്റെ അത്, പിന്നെ 2 ടൈപ്സ് ഓഫ് സാലഡ്, ഒന്ന് റഷ്യൻ സാലഡും മുന്നേ നന്ന് പൊട്ടി പറഞ്ഞ ഒരു സാധനം, പിന്നെ ഒരു കോക്ടെയിലും, പിന്നെ എന്തോ ഒരു ജ്യൂസും, പിന്നെ ഉപ്പിലിട്ട മാങ്ങലയാ തിന്ന്. പിന്നെ രണ്ടാമത്തെ സാലഡ് റഷ്യൻ സാലഡ് അത് തിന്നിട്ടായിട്ടുള്ള മമ്മാൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് നോക്കിയിട്ട് അറിഞ്ഞ ഗൈസ്. ഫസ്റ്റത്തെ മമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിനും പറഞ്ഞിട്ട് കുറേ കേട്ടിനും തോന്നും മമ്മക്ക് ഈ പേര് റഷ്യൻ സാലഡ്. നമ്മൾ ഫസ്റ്റ് ട്രൈ ആക്കാൻ നോക്കുന്ന ഗൈസ്. മമ്മാൻ്റെ ഫേസിലത്തെ എക്സ്പ്രഷൻ നോക്ക്. അമ്മ തോന്നിച്ചേണ്ടി ഒരു ഫസ്റ്റത്തെ ഒരു സിപ്പ് തോന്നിയിട്ട് മമ്മ ബാഗിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായി, ഫ്രിഡ്ജിൽ വെച്ച് തോന്നാൻ പറഞ്ഞിട്ട് എന്നിട്ടും തോന്നിയിട്ടുണ്ടായിട്ടാ. എക്സ്പ്രഷൻ നോക്കുമ്പോൾക്ക് എന്നെ ശരിയാണ്. ഞാൻ അങ്ങനത്തെ മമ്മയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ തോന്നാൻ നിന്നിട്ടാ. പിന്നെ പൈനാപ്പിളെല്ലാം തോന്നിയിട്ട് പപ്പ ഒരു ചായ മിനിറ്റ് വന്ന്. പിന്നെ നിപ്പിട്ട് ചെറു കരഞ്ഞിട്ട് അറുവലാക്കിയ ഒരു സാധനത്തിൽ കളിക്കുന്ന സാധനത്തിൽ അമ്മ ഇരിക്കാൻ പോയി. പിന്നെ നമുക്ക് പാരൻസിന് ഒരു പാരൻസിന് അലോഡ് ഉണ്ടായി. സോ അങ്ങനെ മമ്മ പോകുമ്പോൾ ഞാനവിടെ ഉച്ചക്ക് പപ്പാക്ക് കൊടുക്കോ പോകാനുണ്ട് എന്നിട്ട് ഞാനും അതിൻ്റെ ഉള്ളിൽ കയറി. നമുക്ക് കളിക്കാനൊന്നും അലോഡില്ല, ജസ്റ്റ് ഫോട്ടോസ് വീഡിയോസെല്ലാം എടുത്ത്. അപ്പം തന്നെ നമ്മളെ ഒരു കസിന് വന്നിട്ടുണ്ടായി കോഴിക്കോടേക്ക്. അപ്പോൾ ഓളെ പിള്ളേരുണ്ട് അതിൻ്റെയൊക്കെ കയറിയിട്ടുണ്ടായി. അപ്പം മമ്മാവ് 2 ആൾ നല്ല മുതലെടുക്കാം തുള്ളിയിട്ട് കിടാക്കളായിട്ട് അപ്പുറത്തതിന് ഇതിൽ കയറാൻ ഫസ്റ്റ് മമ്മ നോക്കാത്തത് 1 hour വെയിറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുമില്ല ഓൺലി ജമ്പാക്കാനുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കയറിയിട്ടയച്ച് മമ്മ ഇപ്പോൾ ഫാമിലി എല്ലാവരെയും കൊണ്ട് പോകാനും പോലും പ്ലാൻ ആക്കുന്നുണ്ട്. അത്ര രസമുണ്ടായി പറഞ്ഞാൽ അത്ര രസമുണ്ടായി. മമ്മ ജസ്റ്റ് നടക്കാൻ പോലും കഴിയുന്നുണ്ട് ഇങ്ങനെ തുള്ളിയിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായി മീത്തുനിന്ന് ഇങ്ങനെ തായ്ക്ക് വരുന്നത്, അത് ക്ലൈമ്പിങ് 1 time ഓൺലി, അല്ലെങ്കിൽ ചെറുക്കൽ ചോണ്ട് കെട്ടിന് കേസ്. നല്ല രസമുണ്ടായില്. പോയിന് ഒരാൾക്ക് ഐ തിങ്ക് 300 ആണെന്ന് തോന്നുന്നു. ബട്ട് പോയിന് നല്ല വെർത്തായി എന്ന് മമ്മ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ 1 hour കഴിഞ്ഞിട്ട് ആടുന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് മാളെല്ലാം നടന്നിട്ടായിട്ട് നമുക്ക് സംഭവം കിട്ടി. ഈ സൈൻ ലാബാങ് അത് നമ്മൾ രാവിലെ പോയിട്ടാൽ പിന്നെ 2 മണിക്ക് ശേഷം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തോളം നമ്മൾ വെയിറ്റാക്കി. പിന്നെ നമ്മൾ ചീസ് ബോംബായിരുന്നു വാങ്ങിച്ചത്. പിന്നെ നമ്മളൊക്കെ ഉണ്ടായ കസിന് പിസ്താച്ച് ബിസ്കഫേൻ്റെ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഈ ഷേപ്പും ഈ കളറൊക്കെ നോക്കി ചാകുമ്പോൾ നമ്മൾ ഫുൾ എക്സൈറ്റഡായി. ഇതും കാണാൻ നല്ല രസമുണ്ടായി. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചീസിൻ്റെ ടേസ്റ്റ് നല്ല ഉണ്ടായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങിച്ച ചീസ് ബോംബ് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ബൈറ്റിൽ ഐസ് ഭയങ്കര ടേസ്റ്റാണ് ഫസ്റ്റ് ബൈറ്റിൽ. പിന്നെ ഒരു 4-5 സിപ്പെല്ലാം തോന്നിയിട്ടാകുമ്പോൾ നമ്മൾ ഒരു സൈഡാവുക ഗൈസ്. നമുക്ക് ഷുഗർ ആയതുകൊണ്ട് തന്നെ ബിയും പിടിയൂ. പിന്നെ ഫൈനലി നമ്മൾ ഹൈലൈറ്റ് മാള് വിട്ട് പിന്നെ അടുത്ത് തന്നെ ഒരു ചായൻ്റെ ഷോപ്പിൽ നിന്ന് പപ്പ മാത്രം ഒരു ചായ കുടിച്ച് പിന്നെ വീണ്ടും നമ്മൾ ഒരു ഓട്ടോ ഒക്കെ കയറിയിട്ട് അടുക്ക് പോയി മിഠായി തെരുവിലേക്ക് പോയി ഗൈസ്. നമുക്ക് ഒന്നാമത് നമ്മൾ ഭയങ്കര ടയർഡായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും അങ്ങനെ വാങ്ങിക്കാൻ നിന്നിട്ടാൽ. ഷെറൂക്ക് പിന്നെ എടുക്ക് പോയെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഷോപ്പൊക്കെ പോയെങ്കിൽ അടുത്ത മരുന്ന് വേണം പറഞ്ഞിരുന്നു ഷെറു. ഒരു പാരലക്കായി തോന്നുന്നു ഗൈസ്. പാരലക്കായി തോന്നിയിട്ട് നമ്മൾ
കുറേ നടന്ന് പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം കണ്ട് ഷെറു അതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇത്രയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ടായി. കുറച്ച് ക്ലിപ്സും ഒരു ലിപ് ഗ്ലോസ് ആയിരുന്നു ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ മാതിലൊരു ഓട്ടോ കയറിയിട്ട് ഒരു ബീച്ചിലേക്ക് എത്തി, കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി. ആടെ പിന്നെ ആടെയും കുറച്ച് ടോയ്സിലുണ്ടാവും. ഷെറുവിൻ്റെ അമ്മയും തുടങ്ങി എന്തോ അമ്മയും കൊടുത്തിട്ടുണ്ടായിട്ട് ഒരു ബബിൾസ് ഒന്നും അമ്മയും കൊടുത്തു. നല്ല ഉണ്ടായി ക്ലൗഡ്. പിന്നെ ഭയങ്കര പബ്ലിക് ഉണ്ടായി. പബ്ലിക് എന്ന് പറഞ്ഞെങ്കിൽ നല്ല ആൾക്കാരുണ്ടായി. പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായി എന്തോ മിക്സ് കുറേ സ്വീറ്റും സ്പൈസിയും ആയിരുന്നു. സ്വീറ്റും മിക്സ് ആയിരുന്നു ഉണ്ടായത്. നമ്മൾ മിക്സ് വാങ്ങിച്ച് നമുക്ക് റീൽസിലെല്ലാം കണ്ടിട്ട് അറിയുന്നല്ലാണ്ട് ഫസ്റ്റ് ആയിരുന്നു തിന്ന് നോക്കിയത്. ബട്ട് ഫസ്റ്റത്തെ മറ്റേ സാലഡ് തിന്നിട്ട് മമ്മാൻ്റെ എക്സ്പ്രഷൻ മാറിയ പോലെ തന്നെ ഇത് തിന്നിട്ടായി. മമ്മക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടാ. ബിക്കോസ് അതിൽ കടലെല്ലാം നളുത്തിട്ടുണ്ടായി. ടേസ്റ്റ് നല്ല ഉണ്ടായി. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിപ്പാടെ ഒരു കൂന്തൽ നിറച്ചതും പിന്നെ കൽമക്കായും കോളിഫ്ലവറും ഫ്രൈ ചെയ്തതും ആയിരുന്നു നമ്മൾ വാങ്ങിച്ചത്. പിന്നെ കാടമുട്ടയും ചായ വാങ്ങിച്ചിട്ടുണ്ടായി. കൂന്തൽ നിറച്ചിന് ഒന്നിന് 100 ഉപ്പ് ഉണ്ടായി ഗൈസ്. കൂന്തൽ നല്ല ടേസ്റ്റ് ഉണ്ടായി. ബട്ട് ഉള്ളിലത്തെ ഫില്ലിങ്സ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് ഒരു പീസിന് 100 ഉപ്പ് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിലോട്ടായി. പിന്നെ മുമ്പ് തോന്നിയിട്ടുള്ള എക്സ്പ്രഷന്. പിന്നെ കലുമക്കായ് എന്ന് പറയുമ്പോൾ നമ്മൾ കാസർഗോഡ് കിട്ടുന്ന കലുമക്കായൻ്റെ ഷേപ്പും അതൊന്നല്ല. ബട്ട് നല്ല രസമുണ്ടായി. ബട്ട് കാസർഗോഡ് കിട്ടുന്ന പോലെ എല്ലാ കലുമക്കായൻ്റെ ഷേപ്പായെങ്കും എന്തായെങ്കും നല്ല സ്മെല്ലിങ് തന്നെ അടിക്കുന്നുണ്ടായി ഗൈസ്. കോളിഫ്ലവറും കാടമുട്ടും നല്ല രസമുണ്ടായി. പിന്നെ അവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വന്ന് പിന്നെ ആദമിൻ്റെ ചായക്കടാൻ പറഞ്ഞിട്ട് ഒരു ചായക്കടയൊക്കെ കയറി ഗൈസ്. ഇത് നമ്മൾ ഒരു ബസ് ചാർജ് ഉണ്ടായിട്ട് രാവിലെ വീഡിയോ എടുക്കാനൊന്ന് ഫോണോ നെറ്റ് പോലും ഉണങ്ങിയിട്ടുണ്ടായിട്ട് എന്നിട്ട് പോലും ചാർജ് ഉണ്ടായിട്ട് അങ്ങനെ തന്നെ പപ്പാൻ്റെ ഫോണിൽ വീഡിയോ എടുത്താണ് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി. ചാർജ് 10 എന്തോ വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ആണ്ടാൻ പറഞ്ഞിട്ട് ബാഗിൽ വെച്ചതാണ്. പിന്നെ പപ്പാൻ്റെ ഫോണിൽ നമ്മൾ വീഡിയോ എടുത്ത് കവർ ശ്രദ്ധിച്ചങ്ങ് മനസ്സിലാക്കി. ആടുന്നും കയ്യുവാൻ പോകുന്ന സമയത്ത് പപ്പാൻ്റെ ഫോണിൽ നോക്കിയിട്ടാണ് ഞാൻ ആടുന്ന് 2-3 മിറർ സെൽഫിയും മിറർ വീഡിയോ എല്ലാം എടുത്ത്. പിന്നെ നല്ല ആംബിയൻസ് എല്ലാം ഉണ്ടായി. സാർ നമ്മൾ ഫസ്റ്റ് ഒരു സാധനം കണ്ടിട്ട് നമ്മൾ ഹോട്ട് ഡോഗും പറഞ്ഞിട്ടൊരു സാധനം ഓർഡർ ആക്കി. നമുക്ക് വീഡിയോസിലെല്ലാം കാണുന്നല്ലാത്ത ഫസ്റ്റ് ആയിട്ട് ഞാൻ ഓർഡർ ആക്കിയതാണ്. നല്ല ഇഷ്ടമുണ്ടായി. 3 ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ടായി. ഷെറുക്ക് ഫസ്റ്റ് തന്നെ ബൈറ്റ് ചീസായതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ഒരു ഇമ്പ്രഷന് പോയെങ്കും പിന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടായി. പിന്നെ അവിടുന്ന് ഒരു നൈസ് പത്തിലും നൂൽ പൊറോട്ടയും മൈനസും ഹോട്ട് ഡോഗും ചിക്കൻ 65 എന്തോ കറിയെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിന്നിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായി. ബട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഗൈസ്. 10:00 ട്രെയിൻ ഉണ്ടായത്. നല്ല ടയർഡും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടയർഡായിട്ടുണ്ടായി. അവിടുന്ന് ഫോണെല്ലാം ചാർജ് കുത്തിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് ട്രെയിനിൽ കയറി ഗൈസ്. പിന്നെ ജനറലായിരുന്നു നമുക്ക് കയറിയതൊന്നും ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരും നിൽക്കാൻ സ്ഥലമില്ലാത്തതും അങ്ങനെ ഓരോരോ സമയത്ത് നമ്മൾ ഓരോരോ സ്ഥലത്തെല്ലാം പോയിട്ട് ടി ടി മാറി വരുമ്പോൾ പാഞ്ഞുകൊണ്ടെല്ലാം ഉണ്ടായി. അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.